വാർത്തകൾ വിശദമായി നോക്കാം. വയനാട് മാനന്തവാടി കൂടൽക്കടവിൽ ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചിഴച്ച കേസിൽ 2 പ്രതികൾ പിടിയിൽ. അർഷിദ്, അഭിരാം എന്നിവരാണ് പിടിയിലായത്. വിവരങ്ങളുമായി അമീഷ പ്രദീപ് ചേരുന്നുണ്ട്. അമീഷ, ഇവർ എവിടെ വെച്ചാണ് പിടിയിലായത്? മറ്റ് 2 പേരെ കണ്ടെത്താനുണ്ട്. ഇവരുടെ തിരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ആതിര, നിലവിൽ 2 പ്രതികളെയാണ് ഈ ഒരു സംഭവത്തിൽ പിടികൂടിയിരിക്കുന്നത്. അർഷിദ്, അഭിറാം എന്നിവരെയാണ് പിടികൂടിയിരിക്കുന്നത്. ഇതിൽ പ്രധാന പ്രതി എന്ന് പറയുന്നത് അർഷിദാണ്. അർഷിദിന്റെ സുഹൃത്താണ് അഭിറാം. 4 പേരായിരുന്നു ഈ ഒരു സംഭവം നടക്കുമ്പോൾ കാറിൽ ഉണ്ടായിരുന്നത്. ഇവർ 2 സംഘമായി തിരിഞ്ഞാണ് ഒളിവിൽ പോയത്. ഈ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നത്. ഇതിൽ ബംഗളൂരുവിൽ നിന്ന് കൽപ്പറ്റയിലേക്ക് വരുന്ന വഴിയിൽ ബസ്സിൽ വെച്ചാണ് ഇരുവരെയും മാനന്തവാടി പോലീസ് പിടികൂടുന്നത്. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച്, അതായത് അന്വേഷണങ്ങളിലേക്ക് കടക്കുന്നതേയുള്ളൂ. മറ്റ് 2 പ്രതികൾക്കുമായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ആദിവാസി യുവാവായ മാദനെയാണ് ഇത്തരത്തിൽ ഇവർ ആക്രമിക്കുന്നത്. അതായത് രണ്ട് വിനോദസഞ്ചാരികൾ തമ്മിലുള്ള, അല്ലെങ്കിൽ 2 സംഘമായി എത്തിയ വിനോദസഞ്ചാരികൾ തമ്മിലുള്ള തർക്കത്തിനിടയിൽ ഇടപെട്ടു എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഇത്തരത്തിൽ കാറിലൂടെ വലിച്ചിഴച്ചു പോകുന്നത്. ഇതിൽ പ്രധാന പ്രതിയായ അർഷാദാണ് ഇത്തരത്തിൽ വലിച്ചിഴച്ചു പോകുന്നത്. കൈപിടിച്ച് വലിച്ചിഴച്ച് പോയത് അർഷാദ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഈ കാറും ഇവരുപയോഗിച്ച ഈ ഒരു കാറും അർഷാദിൻ്റെ തന്നെയാണ് എന്നാണ് പോലീസ് പറയുന്നത്. മറ്റു 2 പേർക്കുമായിട്ടുള്ള അന്വേഷണം, തിരച്ചിൽ ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ 2 പ്രതികളെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. മാനന്തവാടി പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും ഇവരെ കൊണ്ടുപോകുന്നത്. മാനന്തവാടി പോലീസാണ് ഇവരെ പിടികൂടുന്നത്. ബംഗളൂരിൽ നിന്ന് കൽപ്പറ്റയിലേക്ക് പോകുന്ന വഴിയിൽ ബസ്സിൽ വെച്ചാണ് 2 പേരെയും പിടികൂടുന്നത്. കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. കൂടുതൽ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ ഇനി കൂടുതൽ മറ്റു പ്രതികളെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ലഭ്യമാകൂ. ആതിര. ശരി അമീഷ.